ഹലോ ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും മാച്ച് ദ ഫോളോയിങ്ങിലെ ചേരുംപടി ചേർക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏതാണ് അത്? റിനൈസൻസ് ലിറ്ററേച്ചർ അഥവാ നവോത്ഥാന കാലത്തെ സാഹിത്യത്തെ കുറിച്ചാണ്. എന്തൊക്കെയാണ് റിനൈസൻസ് പീരീഡിലുള്ള സാഹിത്യത്തിന്റെ പ്രത്യേകതകൾ, മാറ്റങ്ങൾ എന്ന് പറയുന്നത്? നോക്കിയേ നിങ്ങൾ, റിനൈസൻസ് റൈറ്റേഴ്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സെക്യുലർ വാല്യൂസ്. അല്ലെ, വ്യക്തി സ്വാതന്ത്ര്യത്തിനും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന രീതിയിലാണ് ഈ കാലത്തെ കഥകളും കവിതകളും സാഹിത്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, വളർന്നു വന്നിട്ടുള്ളത്. അതുവരെ മിഡിൽ ഏജിൽ ഉണ്ടായിരുന്ന സ്കോളാസ്റ്റിസിസം, കൂടുതൽ കഥകളും കവിതകളൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മതത്തെയും ദൈവികമായ കാര്യങ്ങൾക്കും അടിസ്ഥാനത്തിലാണ്. അതിന് പകരം മനുഷ്യന്മാരെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള കഥകളും കവിതകളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് പ്രോസ് ലിറ്ററേച്ചർ, ഗദ്യ സാഹിത്യത്തിന് ഈ കാലത്ത് അത്രയും എന്ത് കിട്ടി, പ്രാധാന്യം ലഭിച്ചു. ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയമാണ്, ഒരു കവിതയാണ് ഡാന്തെ എഴുതിയിട്ടുള്ള ഡിവൈൻ കോമഡി. നമുക്കൊരു 5ഓളം പ്രധാനപ്പെട്ടത് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ദാന്തെയുടെ ഡിവൈൻ കോമഡി. എന്താണ് ദാന്തെയുടെ ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞ കവിതയിൽ ഉള്ളത് നോക്കിയേ നിങ്ങൾ. ശരിക്കും അദ്ദേഹം എന്ത് ചെയ്തതാണ്? ദ പോയംസ് തീംസ് റിവോൾവ്സ് അറൗണ്ട് Dante's imagined pilgrimage through hell, purgatory and paradise. നരകത്തിലൂടെയും സ്വർഗത്തിലൂടെയും ശുദ്ധീകരണ സ്ഥലത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്താണ് അദ്ദേഹം നടത്തിയൊരു എന്താണ്, സാങ്കല്പിക യാത്രയാണ്. ഒരു സാങ്കല്പിക യാത്രയിലൂടെ എന്താ ചെയ്യുന്നത്, അതായത് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ പോവാണ് അല്ലെ, സ്വർഗത്തിലൂടെയും നരകത്തിലൂടെയും ശുദ്ധീകരണം അല്ലെ, പർഗേറ്ററിയിലൂടെ ഒക്കെ പോയത്. അയാൾ ഇങ്ങനെ എന്ത് ചെയ്തതാണ്, അദ്ദേഹം ഒരു ഇമാജിനേഷനിലൂടെ എഴുതി വെച്ചതാണ് ഈ കവിത. ആൻഡ് ഈ ദാന്തെയുടെ ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞ ഈ ഒരു കവിതയിൽ എന്തുകൂടി പറയുന്നുണ്ട്? റിഫ്ലക്ട് ഹ്യൂമൻ ഇമോഷൻ, മനുഷ്യന്മാരുടെ ഇമോഷൻസ് അല്ലെ, അതുപോലെ തന്നെ മനുഷ്യ സ്നേഹം, പാട്രിയോട്ടിസം, രാഷ്ട്രത്തോടുള്ള സ്നേഹം, ഫാസിനേഷൻ ഓഫ് നാച്ചുറൽ ഫിനോമിനൻ അല്ലെ, നമ്മുടെ പ്രകൃതി പ്രതിഭാസങ്ങളോട് താല്പര്യങ്ങൾ, ആൾക്കാരെ ഇൻഡിവിജ്വൽ ലിബർട്ടി അല്ലെ, യൂണിഫൈഡ് ഇറ്റലി, ഒരുമിച്ചുള്ള ഇറ്റലിയെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങളും ദാന്തെ തന്റെ പുസ്തകത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഓർത്തു വെക്കുക, ദാന്തെയുടെ ബുക്കിന്റെ പേര് ഡിവൈൻ കോമഡിയാണ്. രണ്ടാമത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിനൈസൻസ് പീരീഡിൽ എഴുതപ്പെട്ട പുസ്തകത്തിന്റെ പേരാണ് ഏതാ നോക്കിയ ബുക്കിന്റെ പേര്? സോണറ്റ് അഡ്രസ്സിംഗ് ലോറ. ലോറക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ. ആരാണ് ലോറക്ക് പ്രണയഗീതം എഴുതിയത്? യെസ്, അത് പെട്രാർക്കാണ്. പെട്രാർക്ക് അല്ലെ, തന്റേതായ ഒരു യുണീക് സ്റ്റൈലാണ് അദ്ദേഹം അതിന്റെ എന്ത് ചെയ്തിട്ടുള്ളത്. അതുവരെ ഈ മനുഷ്യന്മാരുടെ ഫീലിങ്സ്, പ്രണയത്തെ കുറിച്ചൊന്നും അങ്ങനെ കവിതകളൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, റിനൈസൻസ് പീരീഡില് പെട്രാർക്ക് അല്ലെ, സോണറ്റ് അഡ്രസ്സിംഗ് ലോറ, ലോറക്ക് എന്ത് ചെയ്തു, പ്രണയഗീതം എഴുതി എന്നുള്ളതാണ്. ആൻഡ് അടുത്ത് നോക്കിയേ, അടുത്തൊരു പ്രധാനപ്പെട്ട നോട്ടബിൾ റൈറ്റർ ആണ് ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോ എന്ന് പറഞ്ഞോക്കെ, ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോയുടെ ബുക്കിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, അത് ഡെക്കാമറൻ കഥകളാണ്. ഏതാടാ? ഡെക്കാമറൻ കഥകളാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് പറയാനുള്ളത് നിക്കോളോ മാക്കിയവെല്ലിയാണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ദ പ്രിൻസ് എന്ന് പറയുന്നതാണ്. ഇത് ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ദാന്തെയും ഷോർട്ട് എസ്സേ ചോദിച്ചിട്ടുണ്ട്. നിക്കോളോ മാക്കിയവെല്ലിയെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ എസ്സേകളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകം എന്താണെന്നറിയോ? അതൊരു പൊളിറ്റിക്കൽ തോട്ട, രാഷ്ട്രീയ ചിന്തയായിരുന്നു ഇതിൽ പങ്കുവെക്കുന്നത് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? ഹി ബിലീവ്ഡ് ദാറ്റ് ദ റൂളേഴ്സ് paramount responsibility is to maintain authority and security of the state. ദ പ്രിൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ നിക്കോളോ മാക്കിയവെല്ലി മുന്നോട്ട് വെക്കുന്നത്, ഒരു ഭരണാധികാരി എന്നാൽ എന്തായിരിക്കണം? ഒരു ഭരണാധികാരി എപ്പോഴും രാജ്യത്തെ ജനങ്ങളെ സുരക്ഷയും അതുപോലെ തന്നെ കടമകളിലെ അല്ലെങ്കിൽ എന്താണ് രാജ്യത്തുള്ള ജനങ്ങളുടെ അധികാരവും സുരക്ഷയും നിലനിർത്തണം എന്നാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണെന്ന്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പറഞ്ഞത്, ഹി അഡ്വക്കേറ്റഡ് ദാറ്റ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ഒരു രാഷ്ട്ര തലവൻ should remain impartial and avoid showing favoritism or obligation to specific group among the subject. അതുപോലെ തന്നെ ഒരു രാഷ്ട്ര തലവൻ എന്ത് ചെയ്യണം? ആ രാജ്യത്തെ ജനങ്ങളിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ കൂടുതൽ സ്നേഹമോ കൂടുതൽ ഫേവറിറ്റിസം അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കടപ്പാടോ പ്രീതിയോ ഒന്നും കാണിക്കാൻ പാടില്ല. നാട്ടിലെ ഒരു രാജാവ് എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ട് തന്നെ എന്തായിരിക്കണം, അവരോട് പെരുമാറണം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നിക്കോളോ മാക്കിയവെല്ലി തന്റെ പ്രിൻസിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്യൂഡലിസം, മധ്യകാലത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാർക്ക് പകരം അല്ലെ, ഒരു പുതിയ തരം രാജാവ് അല്ലെങ്കിൽ ഒരു നല്ല രാജാവിനെ കുറിച്ചാണ്, ഒരു നല്ല രാജാവ് എങ്ങനെ ആയിരിക്കണം എന്ന ആശയമാണ് എന്ത് ചെയ്യുന്നത്, ദ പ്രിൻസിലൂടെ നിക്കോളോ മാക്കിയവെല്ലി മുന്നോട്ട് വെക്കുന്നത്. പിന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് കസാൻഡ്ര ഫിഡലെ. കസാൻഡ്ര ഫിഡലിന്റെ പ്രത്യേകത, അവരെ കുറിച്ച് വേറൊന്നും നമുക്ക് പറയാനില്ല. അവരൊരു എന്താണ്, ഹ്യൂമനിസ്റ്റ്, മാനവികതാവാദിയും എഴുത്തുകാരിയുമായിരുന്നു.
അവരുടെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ അവരുടെ റൈറ്റിംഗ്സ് ഒക്കെ വളരെ പോപ്പുലർ ആയിരുന്നു എന്നുള്ള കൂടി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ റിനൈസൻസ് കാലഘട്ടത്തിൽ ഇറ്റലിയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്ത് യൂറോപ്പിൽ ഒരുപാട് പുതിയ പുതിയ ഇത്തരം കഥകളും നോവലുകളൊക്കെ എഴുതാൻ തുടങ്ങി. അതിന്റെ പേര് ഓർത്ത് വെച്ചോ. ഇത് ചിലപ്പോൾ നമ്മളോട് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചേക്കാം. ഇറാസ്മസ് എഴുതിയ ബുക്കിന്റെ പേര് ഇൻ പ്രൈസ് ഓഫ് ഫോളി, അത് നെതർലാൻഡ്സിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ജെഫ്രി ചോസറിന്റെ ബുക്കിന്റെ പേര് കാന്റംബറി ടെയിൽസ് അഥവാ കാന്റംബറി കഥകളാണ്, അത് ഇംഗ്ലണ്ടിലാണ് ഇറങ്ങിയത്. തോമസ് മൂറിന്റെ ബുക്കിന്റെ പേര് ഉട്ടോപ്യ, അല്ലെ, അത് ഇംഗ്ലണ്ടിലാണ്. മിഗുവേൽ ദെ സെർവാന്റേന്റെ ഡോൺ കിക്സോട്ട് ആണ്, അത് സ്പെയിനിലാണ്. ആൻഡ് ഫ്രാങ്കോയിസ് റബലേസ് ഗാർഗന്തോ ആൻഡ് പെന്റഗ്രുലാണ്, അത് എവിടെയാണ്, ഫ്രാൻസിലാണ്. ഇത് മിക്കവാറും നമ്മളോട് ചോദിക്കുക മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കാനാണ്. എന്റെ ഒറ്റ കാര്യം ഇവിടെ നിങ്ങൾ ഓർത്തു വെച്ചോ. ആദ്യമായിട്ടില്ലേ എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്, പ്രിന്റിംഗ് പ്രസ്. ഈ പുസ്തകങ്ങളൊക്കെ അച്ചടിക്കുന്ന പ്രിന്റിംഗ് പ്രസ് അഥവാ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജൊഹാനാസ് ഗുട്ടൻബർഗ് ആയിരുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കണം. അപ്പൊ സാഹിത്യവുമായി ബന്ധപ്പെട്ട റിനൈസൻസ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഉറപ്പായിട്ടും മക്കൾ ഈ ഭാഗം പഠിച്ചിരിക്കണം. വീണ്ടും കാണാം. ബൈ.